ആവനാഴിയിലെ അവസാന അമ്പും തൊടുത്ത് കോൺഗ്രസിനെ പ്രകോപിപ്പിക്കാൻ ശശി തരൂർ. നിരന്തരമായി പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്ന പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നുവെങ്കിലും ഇത്തവണത്തെ തരൂരിന്റെ വാക്കുകൾക്ക് കോൺഗ്രസിന്റെ തായ്വേരടുക്കാൻ പ്രാപ്തിയുണ്ട്. ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ കാലത്തെ ക്രൂരതകൾ വിവരിച്ചുകൊണ്ട് ലേഖനവുമായാണ് കോൺഗ്രസ് എംപിയായ ശശി തരൂർ ഇത്തവണ കോൺഗ്രസിനെ ഞെട്ടിച്ചത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് അരനൂറ്റാണ്ട് പിന്നിടുന്ന വേളയിൽ BJP ഇതിനെ പ്രധാന പ്രചരണ ആയുധമാക്കി ഉപയോഗിക്കുന്നതിനിടയിലാണ് ശശി തരൂരിന്റെ ഇത്തരത്തിലുള്ള ഒരു ലേഖനം. മലയാളം, ഇംഗ്ലീഷ് ദിനപത്രങ്ങളിലാണ് തരൂർ ഇന്ദിരാഗാന്ധിയുടെയും മകൻ സഞ്ജയ് ഗാന്ധിയുടെയും ക്രൂരതകൾ വിവരിച്ചുകൊണ്ട് ലേഖനം എഴുതിയിരിക്കുന്നത്. അടിയന്തരാവസ്ഥയെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായമായി മാത്രം ഓർക്കാതെ അതിന്റെ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണമെന്നും തരൂർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 21 മാസത്തോളം മൗലിക അവകാശങ്ങൾ റദ്ദാക്കപ്പെട്ടു. പത്രങ്ങളുടെ വായ് മൂടിക്കെട്ടി. രാഷ്ട്രീയ വിയോജിപ്പുകൾ ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടു. സ്വാതന്ത്ര്യം, സമത്വം, സഹോദര്യം എന്നീ ഭരണഘടനാപരമായ വാഗ്ദാനങ്ങളുടെ സത്ത കടുത്ത പരീക്ഷണത്തിലായി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ശ്വാസമടക്കി പിടിച്ചു നിന്നു. 50 വർഷങ്ങൾക്കിപ്പുറവും ആ കാലഘട്ടം അടിയന്തരാവസ്ഥയായി ഇന്ത്യക്കാരുടെ ഓർമ്മകളിൽ മായാതെ കിടക്കുന്നു. തരൂർ ലേഖനത്തിൽ കുറിച്ചത് ഇപ്രകാരമായിരുന്നു: അച്ചടക്കത്തിനും ക്രമത്തിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ പലപ്പോഴും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ക്രൂരതകളായി മാറി. ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് നയിച്ച നിർബന്ധിത വന്ധ്യംകരണ പരിപാടികൾ അതിന് ഉദാഹരണങ്ങളാണ്. ദരിദ്ര ഗ്രാമീണ പ്രദേശങ്ങളിൽ സ്വേച്ഛാധിപത്യപരമായ ലക്ഷ്യങ്ങൾ നേടുന്നതിന് ബലപ്രയോഗവും അക്രമവും ഉപയോഗിച്ചു. ന്യൂഡൽഹി പോലുള്ള നഗര കേന്ദ്രങ്ങളിൽ ചേരികൾ നിഷ്കരണം ഇടിച്ചു നിരത്തി ആയിരക്കണക്കിന് ആളുകളെ ഭവനരഹിതരാക്കി. അവരുടെ ക്ഷേമത്തെക്കുറിച്ച് പരിഗണനയെ ഉണ്ടായിരുന്നില്ല. തടങ്കലിലെ പീഡനവും വിചാരണ കൂടാതെയുള്ള കൊലപാതകങ്ങളുമെല്ലാം പുറം ലോകം അറിഞ്ഞുമില്ല. ജുഡീഷ്യറിയും മാധ്യമങ്ങളും പ്രതിപക്ഷവും തടവിലായി എന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇന്ദിരയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ ചെയ്തികൾ കൊടും ക്രൂരതയുടേതായി. ഗ്രാമപ്രദേശങ്ങളിലും ദരിദ്രരുമായാണ് സഞ്ജയ് ഉന്നം വെച്ചത്. അവിടെ ഏകപക്ഷീയമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ബലപ്രയോഗവും ആക്രമണവും ഉപയോഗിച്ചു. ന്യൂഡൽഹി പോലുള്ള നഗര കേന്ദ്രങ്ങളിൽ നടപ്പാക്കിയ ചേരി പൊളിക്കൽ ആയിരക്കണക്കിന് ആളുകളെ ഭവനരഹിതരാക്കിയെന്നും അന്നത്തെ സർക്കാർ ഈ നടപടികൾ ലഘൂകരിച്ചുവെന്നും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെയും അവരുടെ പാർട്ടിയെയും പുറത്താക്കി ജനം രോഷം പ്രകടിപ്പിച്ചുവെന്നും ഇന്നത്തേത് ജനാധിപത്യ ഇന്ത്യയാണെന്നും കൂടുതൽ ആത്മവിശ്വാസവും അഭിവൃദ്ധിയും നേടിയിരിക്കുന്നുവെന്നും തരൂർ ലേഖനത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ഈ പ്രവൃത്തികളെ പിന്നീട് നിർഭാഗ്യകരമായ അതിക്രമങ്ങളായി ഗൗരവം കുറച്ച് ചിത്രീകരിച്ചുവെന്നും അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടു പിന്നാലെ ഒരു താൽക്കാലിക ക്രമം സ്ഥാപിക്കപ്പെട്ടെന്നും ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ അരാജകത്വത്തിൽ നിന്ന് താൽക്കാലിക ആശ്വാസം ലഭിച്ചുവെന്നും ചിലർ വാദിച്ചേക്കാമെന്നും എന്നാൽ ഈ ആക്രമങ്ങൾ അനിയന്ത്രിതമായ അധികാരം സ്വേച്ഛാധിപത്യമായി മാറിയ ഒരു വ്യവസ്ഥിതിയുടെ നേർഫലമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അടിയന്തരാവസ്ഥയിലൂടെ എന്ത് ക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിന് നമ്മുടെ റിപ്പബ്ലിക്കിന്റെ ആത്മാവിന്റെ വില നൽകേണ്ടി വന്നുവെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ താൻ ഇന്ത്യയിലായിരുന്നുവെന്നും എന്നാൽ താമസിയാതെ താൻ അമേരിക്കയിൽ ബിരുദാനന്തര പഠനത്തിനായി പോയി എന്നും ബാക്കിയുള്ള കാര്യങ്ങൾ ദൂരെ നിന്ന് നിരീക്ഷിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ചൂടേറിയ സംവാദങ്ങൾക്കും സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനങ്ങൾക്കും പരിചിതമായ ഇന്ത്യൻ പൊതുജീവിതത്തിലെ ഊർജ്ജസ്വലമായ കോലാഹലങ്ങൾ ഒരു ഭയാനകമായ നിശബ്ദതയ്ക്ക് വഴിമാറിയെന്നും ജനാധിപത്യ സ്ഥാപനങ്ങൾ എത്രത്തോളം ദുർബലമാക്കുന്നുവെന്ന അതിന്റെ വ്യക്തമായ ഒരു പ്രകടനമാണ് അടിയന്തരാവസ്ഥ നൽകിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അവ ശക്തമായ ഒരു രാജ്യത്ത് പോലും ഒരു സർക്കാരിന് അത് സേവിക്കാൻ ഉദ്ദേശിക്കുന്ന ജനങ്ങളോടുള്ള ധാർമ്മിക ദിശാബോധവും ഉത്തരവാദിത്വ ബോധവും നഷ്ടപ്പെട്ടേക്കാമെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിച്ചുവെന്നും അദ്ദേഹം കുറിക്കുകയാണ്. വിയോജിപ്പുകളെ നിശബ്ദമാക്കിയതും യോഗം ചേരാനും എഴുതാനും സ്വതന്ത്രമായി സംസാരിക്കാനുമുള്ള മൗലിക അവകാശങ്ങൾ വെട്ടിച്ചുരുക്കിയതും ഭരണഘടനാപരമായ നിയമങ്ങളോടുള്ള പരസ്യമായ അവഗണനയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മായാതെ മുറിവേൽപ്പിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നീതിന്യായ വ്യവസ്ഥ പിന്നീട് നട്ടെല്ല് വീണ്ടെടുത്തുവെങ്കിലും തുടക്കത്തിലെ ഇടർച്ച പെട്ടെന്ന് മറക്കാനാകുമായിരുന്നില്ല. ഈ കാലത്തെ അതിക്രമങ്ങൾ എണ്ണമറ്റ മനുഷ്യർക്ക് ആഴത്തിലുള്ളതും ശാശ്വതവുമായ നാശമുണ്ടാക്കി. പീഡിത സമൂഹങ്ങളിൽ ഭയവും അവിശ്വാസവും അവശേഷിച്ചു. അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം 1977 മാർച്ചിൽ നടന്ന ആദ്യത്തെ സ്വാതന്ത്ര്യ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇന്ദിരാഗാന്ധിയെയും അവരുടെ പാർട്ടിയെയും വൻ ഭൂരിപക്ഷത്തിൽ പുറത്താക്കി. അവർ അത് പ്രകടിപ്പിക്കുകയും ചെയ്തുവെന്നും തരൂർ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇവിടെ ഇടയ്ക്കിടെ മോദിസ്തുതി നടത്തിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ച തരൂരിന്റെ ലക്ഷ്യം കഴിഞ്ഞ കുറച്ചു നാളുകളായി പ്രധാന ചർച്ചയായിരുന്നു. BJP പ്രവേശനവും രാജ്യസഭാ അംഗത്വമോ ഒപ്പം കേന്ദ്ര മന്ത്രിസഭയിൽ ക്യാബിനറ്റ് പദവിയോ കാത്തിരിക്കുന്ന തരൂരിന് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെടുക എന്നത് തന്നെയാണ് ലക്ഷ്യം. സ്വയം ഇറങ്ങിപ്പോയി കാലുവാരി എന്ന പേര് ചാർത്തിക്കിട്ടാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നുമില്ല. അതിന്റെ ഭാഗമായാണ് ഇത്തരം പ്രകോപനപരമായ നീക്കങ്ങളെല്ലാം നടത്തുന്നതും. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് തരൂരിനെ പണ്ടേ കൈവിട്ട അവസ്ഥയാണ്. അതേസമയം തരൂരിന്റെ മുൻപിൽ ചർച്ചയുടെ വാതിലടച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. ശശി തരൂരിനെ കോൺഗ്രസിൽ പിടിച്ചു നിർത്താനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. മുൻപ്
കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ തരൂരിനെ തള്ളിപ്പറഞ്ഞതും, മോദി സ്തുതി ലേഖനത്തിൽ തരൂർ എഴുതിയ ഇംഗ്ലീഷ് തനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞതും തരൂരിനെ പാർട്ടി കൈവിട്ടു എന്നതിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. പുറത്താക്കുന്നില്ല, പോന്നാൽ പോകട്ടെ എന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നതെന്നതും വ്യക്തമാണ്. എന്നാൽ തന്നെ പാർട്ടി പുറത്താക്കുന്നതുവരെ പ്രകോപനങ്ങൾ തുടരുക എന്ന നിലപാടാണ് തരൂരിൻ്റേത്. അതിന്റെ മൂർച്ചയേറിയ നീക്കമാണ് ഇന്ദിരയുടെ അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച ഈ ലേഖനം.